രാജ്യമെങ്ങും തിരഞ്ഞെടുപ്പിന്റെ ചൂടിലലിയുമ്പോൾ ഇതൊന്നും അറിയാത്ത ചില പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. കണ്ണൂർ ജില്ലയിലാണെന്ന് പറയാമെങ്കിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹി, കൂടാതെ കണ്ണൂർ കന്റോൺമെന്റ് ഏരിയ, കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മട്ടന്നൂർ നഗരസഭ എന്നിവിടങ്ങളാണ് ആ പ്രദേശങ്ങൾ. കഴിഞ്ഞ 19 വർഷമായി തിരഞ്ഞെടുപ്പില്ലാത്ത പ്രദേശമാണ് മാഹി. ഭൂമിശാസ്ത്രപരമായി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മാഹിയെ കണ്ണൂരിൽ തന്നെയുള്ള കേന്ദ്രഭരണ പ്രദേശമെന്ന് വിശേഷിപ്പിക്കാം. 1968 ശേഷം മാഹിയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. അങ്ങനെ 2006 തിരഞ്ഞെടുപ്പ് നടന്നത്. 2011 കാലാവധി അവസാനിച്ചെങ്കിലും പിന്നീട് തിരഞ്ഞെടുപ്പ് നടന്നില്ല. 2018 തിരഞ്ഞെടുപ്പ് നടത്താൻ കോടതി ഉത്തരവിട്ടു. 2021 2 പ്രാവശ്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും ചിലർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചതോടെ തിരഞ്ഞെടുപ്പ് നീണ്ടു. NIR കോൺഗ്രസ്, ADMK, DMK, BJP തുടങ്ങിയ പാർട്ടികളാണ് പുതുച്ചേരിയിൽ ഏറ്റുമുട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരള മോഡലിൽ LDFും കോൺഗ്രസും BJPയുമാണ് മാഹിയിൽ പോരിനിറങ്ങുന്നത്. നിയമസഭാ, ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശമുണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിലേതുപോലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാത്ത സ്ഥലമാണ് കണ്ണൂർ കന്റോൺമെന്റ് ഏരിയ. കണ്ണൂർ നഗരത്തിനകത്തു തന്നെയാണ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള കന്റോൺമെന്റ് ഏരിയ ഉള്ളത്. 2015 ജനുവരിയിലാണ് അവസാനമായി തിരഞ്ഞെടുപ്പ് നടന്നത്. കന്റോൺമെന്റ് കണ്ണൂർ കോർപ്പറേഷനിൽ ലയിപ്പിക്കാനുള്ള നടപടികൾ പല കാരണങ്ങൾ കൊണ്ട് ഇഴഞ്ഞു നീങ്ങുകയാണ്. മട്ടന്നൂർ നഗരസഭയിൽ തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ 2 വർഷം കൂടി കഴിയണം. 2027 സെപ്റ്റംബറിലാണ് വോട്ടെടുപ്പ് നടക്കുക. 1991 LDF സർക്കാർ മട്ടന്നൂരിനെ നഗരസഭയാക്കിയത്. എന്നാൽ പിന്നീട് വന്ന UDF സർക്കാർ തീരുമാനം റദ്ദാക്കി. ഇതിനെതിരെ LDF കോടതിയെ സമീപിച്ചു. കോടതി തീരുമാനം സ്റ്റേ ചെയ്തു. ഇതോടെ പഞ്ചായത്തും നഗരസഭയും അല്ലാതായ മട്ടന്നൂരിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കാതെ വന്നു. വീണ്ടും LDF സർക്കാർ വന്ന ശേഷം 1997 മട്ടന്നൂരിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. പിന്നീട് ഓരോ 5 വർഷം കൂടുമ്പോഴും മട്ടന്നൂരിൽ മാത്രം തിരഞ്ഞെടുപ്പ് നടത്തും. തിരഞ്ഞെടുപ്പില്ലെങ്കിലും അടുത്ത പ്രദേശങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ മട്ടന്നൂരിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ബാധകമാണ്.